വേറെ സനൂപിന് എന്താ പറയാനുള്ള എങ്ങനെയുള്ള പെൺകുട്ടി എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ട്? പ്രത്യേകിച്ചൊക്കെ അവരെ വലിയൊരു ഇതൊന്നും പറയാനില്ല. നമ്മളെ വീടും അച്ഛനൊക്കെ ഉണ്ട്, അതിന് ഇഷ്ടപ്പെട്ടൊരു കുട്ടിയാണെന്നുള്ളൂ. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കുട്ടിയാണ്. അതെ അതെ അതെ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ വേങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്ന് സനൂപിനെ കാണാനാണ്. സനൂപിനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ഓക്കെ, സനൂപിന് 35 വയസ്സാണായത് കേട്ടോ. ഈ കാണുന്നതാണ് വീടിൻ്റെ, ഇപ്പോൾ ഇവിടെ മഴയായതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ആണ് വീടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെ വഴി വീട്ടിലേക്കില്ല അല്ലേ സനൂപ? ഇല്ല, ചെറിയ നടവേ ഉള്ളൂ. നടവേ ഉള്ളൂ. പിന്നെ അടുത്തടുത്ത വീട്. ഇതൊക്കെ കുടുംബക്കാരാണ്? കുടുംബക്കാരല്ലേ. അത് ശരി. ഇതാണ് സനൂപ് കേട്ടോ. സനൂപ് വെച്ച വീടാണ് കേട്ടോ ഇത്. വെത്താനിച്ച് ഉണ്ടാക്കിയ വീടാണ് ഇത്. സനൂപിൻ്റെ അമ്മയാണ്. ഇത് അമ്മേൻ്റെ അമ്മയാണ്. അമ്മക്ക് സുഖമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല, വയസ്സായതിൻ്റെ. അതെ. അമ്മക്ക് സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അച്ഛൻ അച്ഛല്ല. അമ്മ ചെറുപ്പത്തിലെ അമ്മനെ ഒഴിവാക്കി പോയതാ. അച്ഛൻ ചെറുപ്പത്തിലെ പോയാണല്ലേ. അപ്പോൾ നിങ്ങൾ 2 മക്കളാ? 2 മക്കൾ, ഒരു പെണ്ണും ഒരാണല്ലേ. പെങ്ങളെ കല്യാണം കഴിച്ചാണ്, പുറത്താണ്, കോട്ടയത്താണ് അല്ലേ? അതെ 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 അതെ. അപ്പോൾ സനൂപ് 35 വയസ്സാണായത്. ഇപ്പോൾ ജോലി എന്താണ്? കൂലിപ്പണിയാണ്. കൂലിപ്പണിയാണല്ലേ. എല്ലാ പണിക്കും പോകും. തെങ്ങായിട്ടാണ് മെയിനായിട്ട്. തെങ്ങായിട്ടാണ്. പിന്നെ എല്ലാ ജോലിക്കും മഴക്കാലത്താകുമ്പോൾ വേറെ എല്ലാ പണിക്കും കാര്യത്തിനെല്ലാം പോകുന്നതാണ്. സനൂപ് തന്നെ പണിക്ക് പോയി ഉണ്ടാക്കിയ വീടാണല്ലേ ഇത്? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എത്ര വരെ പഠിച്ചത്? 9 വരെ ആവും അല്ലേ അമ്മ? അതിനുശേഷം പിന്നെ പോയിക്കില്ല, പണിക്കിറങ്ങിയില്ല നമ്മളെ സാഹചര്യം കൊണ്ട്. അതെ, ഞങ്ങൾ തീയറാണ്, കാസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതെ അതെ, ഇവർ തീയരാണ്, കാസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വിദ്യാഭ്യാസം കാര്യങ്ങളങ്ങനെ ഒന്നും നോക്കുന്നില്ല നമ്മൾ അല്ലേ. ഒരു പാവപ്പെട്ട ഒരു കുട്ടിയാവുക എന്നുള്ള നമ്മളെ സാഹചര്യമായിട്ട് ഒത്തുപോകുന്നൊരു കുട്ടിയാവുക എന്നുള്ളതാണ്. ഇപ്പോൾ സനൂപ് 9 വരെയാണ് പഠിച്ചത്. അപ്പോൾ പണിക്ക് പോവുക, കഴിയുക, കുടുംബം നോക്കുക, അങ്ങനെ പോകുന്നൊരു ജീവിതവും കാര്യങ്ങളാണ്. അപ്പം വരുന്ന പെൺകുട്ടി ആ ഒരു ചുറ്റുപാട് അക്സെപ്റ്റ് ചെയ്യുന്നൊരു കുട്ടിയായിരിക്കണം അല്ലേ. അല്ലാണ്ട് ഹൈ അടിച്ച് പൊളി വേറൊരു ലൈഫ് സ്റ്റൈലാകുമ്പോൾ ഇവരുമായിട്ട് ഒത്തു പോകാൻ പാടായിരിക്കും. അപ്പോൾ ഇവരെ ഒരു പിന്നെ ബഡ്ജറ്റിലും ഇവരുടെ ഒരു ജീവിത സാഹചര്യത്തിലും ഒതുങ്ങുന്ന ഒരു കുട്ടികളാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതെത്ര പാവപ്പെട്ട മക്കളായാലും നമുക്ക് കുഴപ്പമില്ല, എവിടെയാണെങ്കിലും കുഴപ്പമില്ല അല്ലേ. ദൂരമൊന്നും നമുക്ക് പ്രശ്നമില്ല. പെങ്ങളെ തന്നെ ഇപ്പം ദൂരത്ത് കെട്ടിച്ചൊക്കെ കൊണ്ട് നമുക്ക് ദൂരമൊന്നും പ്രശ്നമേ ഇല്ല. വേറെ സനൂപിന് എന്താ പറയാനുള്ള എങ്ങനെയുള്ള പെൺകുട്ടി എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ട്? പ്രത്യേകിച്ചൊക്കെ അവരെ വലിയൊരു ഇതൊന്നും പറയാനില്ല. നമ്മളെ വീടും അച്ഛനൊക്കെ ഉണ്ട്, അതിന് ഇഷ്ടപ്പെട്ടൊരു കുട്ടിയാണെന്നുള്ളൂ. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കുട്ടിയാണ്. അതെ 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 അതെ. ഇവിടെ പിന്നെ ആദ്യം നിങ്ങൾ ഈ സ്ഥലം മേടിച്ചതാണോ? ഇല്ല, അത് നമ്മളെ തറവാടേക്കാണ്ട് സ്ഥലമാണ്. തറവാട്. ഈ വരുന്ന വഴിയിലുള്ള വീടൊക്കെ നിങ്ങൾ കുടുംബക്കാരാണ്? മൊത്തം കുടുംബക്കാർ തന്നെയാണ് അല്ലേ. അത് ശരിയാ. എന്തമ്മേ? ഞങ്ങളെൻ്റെ വീടാ അതില്ലേ? മക്കളെ കുടുംബാണ്. അത് ശരി. എന്താ അമ്മേ? അമ്മ ചോദിക്കുകയാണ് ഇങ്ങനെ കൊടുത്താൽ റെഡിയാവുമോ? നമുക്ക് ഭയങ്കര ടെൻഷനുണ്ട്, മോൻ്റെ കല്യാണം നടക്കിയിട്ടില്ല. അതെ, അത് ശരിയാവും അമ്മേ. തീർച്ചയായും മോനിക്ക് നല്ലതാലോൻ. കുട്ടി മാത്രം മതി, മര്യാദക്കുള്ളൊരു കുട്ടി മാത്രം മതി. അപ്പോൾ ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കുന്ന അങ്ങനെയുള്ള നല്ലൊരു ചെറുപ്പക്കാരനാണ്. അതെ അതെ. അമ്മ എന്താ പണിക്ക് വന്നത്? തൊഴിലുറപ്പിനൊക്കെ അല്ലേ. അത് ശരി. അപ്പോൾ ഈ ഒരു വയസ്സിൻ്റെ ഇടയിൽ ഒരു വീടൊക്കെ കെട്ടി പുതുക്കുക എന്നെല്ലാം പറഞ്ഞാൽ ചില്ലറ പണിയൊന്നും അല്ല. നാട്ടിൽ നിന്നിട്ട് നാടൻ പണിക്ക് പോയിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് ഒക്കെ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള നല്ലൊരാൾ വേഗം തന്നെ വരട്ടെ. സനൂപ്, നമുക്ക് എത്ര വയസ്സ് വരെ നോക്കാം? 32 വയസ്സ് വരെ നോക്കാം. 32 വരെ അല്ലേ. പിന്നെ ആദ്യ വിവാഹം തന്നെയല്ലേ നോക്കുന്നത് അല്ലേ? സനൂപ് ആദ്യ വിവാഹം തന്നെയാണ് നോക്കുന്നത്. ഇനിയിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ആദ്യ വിവാഹത്തിനെക്കാട്ടും ഡിവോഴ്സാണ് ഒരുപാട് ആളുകളുള്ളത്. പെട്ടെന്ന് കുട്ടികൾ ഡിവോഴ്സായി പോകുന്നൊരു കാലഘട്ടമാണിത്. തീരെ ഒത്തുപോകാൻ പറ്റാത്തതല്ലേ, പെട്ടെന്ന് ഡിവോഴ്സായോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചോയോ അങ്ങനെ എന്തെങ്കിലും ഒരു കേസിലുള്ളൊരു കുട്ടിയാണെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ. എന്തായാലും നിങ്ങൾ വിളിക്കുക, നമ്മൾ കാര്യകാരണങ്ങളൊക്കെ മനസ്സിലാക്കി ഒത്തുപോകാൻ പറ്റുമെങ്കിൽ നമ്മൾ ഓക്കെയാണ്. പിന്നെ സനൂപ് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, അധ്വാനിയായ ഒരു ചെറുപ്പക്കാരനാണ്. തെങ്ങ് കയറലും പിന്നെ സെൻട്രിങ്ങിൻ്റെ പണിയും ഒക്കെ ആയിട്ട് നാടൻ പണി ഡെയിലി പണിക്ക് പോകുന്നതാണ്. അപ്പോൾ ഇന്ന് വരുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മഴയായതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ആയിപ്പോയതാണ് അല്ലേ.
അതെ അതെ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വരണം എന്നൊക്കെ പറഞ്ഞു വിട്ടതാണ് എന്നെ. അപ്പോൾ അങ്ങനെ ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന ചെറുപ്പക്കാരനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങൾ എന്തും നിങ്ങൾക്ക് ഇവിടെ വന്ന് അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ. എന്നിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക. വേങ്ങര ഈ ഒരു ഏരിയൻ്റെ പേരെന്താ? മാത്തിപ്പള്ളിൻ്റെ അടുത്ത് ചെറുതായി. ആ അതെ, ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ അന്വേഷിച്ച് നിങ്ങൾ മുമ്പോട്ട് വരിക. അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലേ അമ്മേ? നല്ലൊരു ആലോചന വേഗം തന്നെ വരട്ടെ. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നല്ല വ്യക്തമായിട്ട് സനൂപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൂരം പ്രശ്നമില്ല, സാമ്പത്തികം പ്രശ്നമില്ല. നമുക്കൊരു 32-33 വയസ്സ് വരെയൊക്കെ നോക്കാം. 35 വയസ്സാണ് സനൂപിനായത്. പിന്നെ ഏറ്റവും പാവപ്പെട്ട ഇവരുടെ മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വലിയ എഡ്യൂക്കേഷനുള്ള കുട്ടികളുണ്ടാവുമല്ലോ. അതായത് പിന്നെ ഓലെ ലൈഫ് സ്റ്റൈലേ മാറ്റം ഉണ്ടാവും. ആ ഒരു വലിയ ലൈഫ് സ്റ്റൈലും അങ്ങനെയുള്ളൊരു സാഹചര്യം ആവരുത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ജോബ് അങ്ങനെയാണ്, എൻ്റെ ഭർത്താവിൻ്റെ ജോബ് എനിക്ക് വിഷയമല്ല, എന്നെ സ്നേഹിച്ചാൽ മതി, അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള കുട്ടികളാണെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും പ്രശ്നമല്ല. അതല്ലാണ്ട് എൻ്റെ സ്റ്റാറ്റസിന് പറ്റുന്നില്ല, അവൻ്റെ ജോലി എൻ്റെ സ്റ്റാറ്റസിന് പറ്റില്ല, അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ വീട്ടുകാരായാലും നിർബന്ധിച്ചു അതിനൊന്നും കല്യാണത്തിന് ഇത് എന്നല്ല ഏത് കല്യാണത്തിനും അങ്ങനെ നിർബന്ധിക്കരുത്. അവർക്ക് മേച്ചുള്ള ആൾക്കാരായിരിക്കണം. ഒരുപാട് വർഷം ജീവിക്കേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ആലോചിച്ച് അന്വേഷിച്ച് സെറ്റായാലും മാത്രമേ കല്യാണത്തിന് നിൽക്കാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല ആലോചന വരട്ടെ. നിങ്ങൾ എവിടെയാണെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യുക. ഇവിടെ ഇവർ തന്നെയാണ്, അമ്മയും മോനും പിന്നെ അമ്മേൻ്റെ അമ്മയും തന്നെയാണുള്ളൂ. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ആലോചന വരട്ടെ. നിങ്ങളിൽ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യും.